ബാ 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 ബാ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ. ഹെഡിങ് എഴുതിക്കോളൂ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അതിനകത്ത് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്റോഗ്രാമിനെ പറ്റിയാണ്. ഹിസ്റ്റോഗ്രാം. ഓക്കെ, നമ്മൾ ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ട് തന്നെ അത് പഠിച്ചു പോകാം. എല്ലാവരും നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതാൻ നോക്കിയോളൂ. അതായത് ശരിക്കും ബാർ ഗ്രാഫിനെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ബാർ ഗ്രാഫ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതി തന്നെ പഠിക്കാം. നോക്കിയോളൂ. ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ എക്സാമ്പിൾ മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ. അതായത് മീൻസ് അങ്ങനെയല്ല, എന്താണ് എന്നെ പറ്റി എഴുതുന്നില്ല, കാരണം അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം ഒന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പം ഇതിന്റെ ആ ഓരോ ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് പോകാം. തന്നിരിക്കുന്നു. ഇത് എന്താണ്? സേവിങ്. ഇത് 0 to 10. അതേപോലെ തന്നെ ഇത് 10 to 20. ഇത് 20 to 30. ഇത് 30 to 40. ഇത് 40 to 50. ഇത് 50 to 60. ഇത് നമ്പർ ഓഫ് പേഴ്സൺ. നമ്പർ ഓഫ് പേഴ്സൺ ഇത് 16. ഇത് 12. ഇത് 8. ഇത് 12. ഇത് 10. ഇത് 8. ഓക്കെ ആണല്ലോ. ഇതിന്റെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ ഒരു എക്സ് ആക്സിസ്, ഗ്രാഫിൽ മാത്രമാണ് ഇത് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുക കേട്ടോ. ഗ്രാഫ് പേപ്പറില്ല, ഗ്രാഫ് പേപ്പറിനകത്ത് മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്കൊരു റഫ് പോലെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇത്, അതായത് അടുത്ത സെക്ഷനിൽ വരുന്ന എസ്റ്റിമേറ്റിംഗ് മോഡ് യൂസിങ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്ക് സ്പെസിഫിക് ആയിട്ട് ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്ത് കാണിക്കാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതേ പറ്റുള്ളൂ കേട്ടോ. അപ്പം നോക്കാം, നമുക്ക് നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ നോക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഗ്രാഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗ്രാഫ് ഡൗൺലോഡ് ചെയ്യണം, അതവിടെ നിൽക്കട്ടെ. അപ്പം ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ഇവിടെ നോക്കിയോ, ഇവിടെ സേവിങ്സ് കൊടുക്കുക. അതായത് ഇവിടെ നമ്മൾ സേവിങ്സ് കൊടുക്കുക. ഇവിടെ സേവിങ്സ് എന്നിട്ട് കൃത്യം 1 സെന്റിമീറ്റർ ആണല്ലോ ഗ്രാഫിലെ 1 സെന്റിമീറ്റർ. ഇപ്പൊ 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് 0, അടുത്തത് 10, അടുത്തത് 20, അടുത്തത് എത്രയാ 30, അടുത്തത് 40. അത് സ്കെയിലിൽ കൃത്യം അളവെടുത്ത് വേണം വരയ്ക്കാൻ. എടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, സ്കെയിൽ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഒജീവ് വരയ്ക്കാൻ വന്നിരിക്കുന്നത്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരയ്ക്കാൻ വന്നിരിക്കുന്നത് എങ്ങനെ? സ്കെയിൽ ഇല്ല. പോയി ആ ഫ്രണ്ടിൽ പോയിട്ട് സ്കെയിൽ എടുത്തിട്ടുണ്ടോ? അതോ അവിടെ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ എടുത്തിട്ടുണ്ടോ? 50, അടുത്തത് 60. അല്ല, ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇങ്ങ് വന്നേക്കാം. ഒരു സ്കെയില് എടുത്തിട്ടുണ്ടോ? ഫ്രണ്ടിൽ ചോദിക്കും. സ്കെയിൽ അവിടെ ഉണ്ടോ ചോദിക്കും. ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടോ? എല്ലാരും സ്കെയിൽ എടുത്ത് വെക്കണേ. ഫ്രണ്ടിൽ സ്കെയിൽ എടുത്ത് വെക്കണം. അതേപോലെ തന്നെ ഇത് നോക്കിയോ, ഇതിപ്പം അത് പറഞ്ഞോളൂ.
ചെയ്തു, നിങ്ങൾക്കാണ്, എനിക്കല്ല. ഓക്കെ ഓക്കെ, പെട്ടെന്ന് വരയ്ക്കുക, പെട്ടെന്ന്. റീഡിങ് അവിടെ വലുതാണോ പുതിയ എടുത്താണോ? അത് വരയ്ക്കുക, എന്നിട്ട് ആ റീഡിങ് കൂടെ വരയ്ക്കുക. 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് പോകും ആ സ്കെയിലിൽ. ആ അടിയിൽ വരച്ചിട്ട് 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് ഒരു വര വരച്ചിട്ട് കേട്ടോ. നിങ്ങൾ സ്കെയിലിൽ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് പോകണം കേട്ടോ. ഇത് 1 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ അങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, മുകളിലോട്ടും അതുപോലെ തന്നെ നോക്കിയോ. 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് പോകണം കണ്ടോ. 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് പോകും. ഇങ്ങോട്ടൊരാരോ ഇങ്ങോട്ടൊരാരോ. ഓക്കെ, മാർക്ക് ചെയ്തോ. ആ മുകളിൽ വിടണം 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ. ആ കൂടെ കൊടുക്കാൻ. ഓക്കെ, നോക്കിയോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺ എത്ര വെച്ചിട്ടാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത്. നോക്കിയേ, 8 8 12 പിന്നെ എത്രയാ 10 ഒക്കെയാ. അപ്പൊ നമുക്ക് 4 തൊട്ട് തുടങ്ങാം. 4 8 12 16 20 ഇങ്ങനെ വെച്ചാൽ പറ്റത്തില്ലേ? ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയേ, 0 to 10 വരെ എത്രയാ? 0 to 10 വരെ എത്രയാ? 0 to 10 വരെ എത്രയാ? 16. അപ്പൊ നോക്കിയോ, ഈ 16ന്റെ അവിടെ കണ്ടോ, 0 to 10 വരെ നിങ്ങൾ ഒരു റെക്ടാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അടുത്ത 10 to 20 നോക്കിയേ. 10 to 20 എത്രയാ? 12 അല്ലേ? ആ 12ന്റെ അവിടെ കൃത്യം കൊണ്ട് കണ്ട 10 to 20. ഓക്കെ, ഇത് കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയി പോകുന്നത്. അതായത് 20 to 30 വരുമ്പോൾ എത്ര വരും? 20 to 30 8 ആണ്. അപ്പൊ ആ 8ന്റെ അവിടെ കൃത്യം നേരെ കൊണ്ടുപോയിട്ട് 20 to 30. അടുത്ത 30 to 40 വരുമ്പോൾ 12 ആണ്. അപ്പൊ വീണ്ടും ഇങ്ങനെ വരയ്ക്കുന്നു, 12 വരയ്ക്കുന്നു. അതേപോലെ തന്നെ അടുത്തത് എന്താ? അടുത്തത് എത്രയാ? 10 ആണല്ലയോ. അപ്പൊ 10 എന്ന് പറയുമ്പോൾ 12ന്റെയും 10ന്റെയും ഇടയ്ക്കാ. അപ്പം നിങ്ങൾ ആ 1.5 ഇല്ലേ, 0.5 ഇടയ്ക്ക് വരത്തില്ലേ, അവിടെ കൊണ്ട് വേണം 10 വരയ്ക്കാൻ കണ്ടോ. ഇങ്ങനെ 10 വരയ്ക്കും. ഇനിയും 6 വരുമ്പോഴത്തേക്ക് 8 എന്ന് പറയുന്നത് കണ്ടോ. ഇതാണ് ഫ്രീക്വൻസി കോഡ് അല്ല, ഇതാണ് ഹിസ്റ്റോഗ്രാം. ഈ ഹിസ്റ്റോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇത് ബ്രാക്കറ്റ് വേണം എഴുതിക്കൂ. ഇത് ഓവർലാപ്പിംഗ് ആണ് ആണല്ലോ. ഓവർലാപ്പിംഗ് അല്ലേ? ഓവർലാപ്പിംഗ് മോഡലാണത് അല്ലയോ. അതായത് 0 to 10 അടുത്ത തുടങ്ങുന്നത് എവിടെയാ? 10 to 20 അടുത്ത എത്രയാ? 20 to 30 22. അപ്പൊ ഓവർലാപ്പ് ചെയ്തിരിക്കുക. ശരിയല്ലേ? വരച്ചു നോക്കിയാൽ പെട്ടെന്നാട്ടെ വരച്ചു നോക്കി. തനിക്ക് മനസ്സിലായോ? നിരഞ്ജൻ. ഓക്കെ, ഇനി ടൈപ്പ് 2 രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് എഴുതിയിട്ട് ഇതിപ്പോ ഒന്നാമത്തെ ടൈപ്പ് നോക്കിയോ. ഇത് ഒന്നാമത്തെ ടൈപ്പ് ആണ്. അതായത് ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ നോക്കിയോ, രണ്ടാമത്തെ ടൈപ്പ് ലോവർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ is other than 0 0 അല്ലാതെ ഏതെങ്കിലും ക്ലാസ് ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പം അത് നോക്കിയോ, നമുക്ക് ഒരു ടേബിൾ വരച്ചാൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഒരു ടേബിൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നോക്കിയോളൂ. ക്ലാസ് ഇന്റർവെൽ അതേപോലെ ഇതെന്താ? ഫ്രീക്വൻസി